ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അടുത്ത 6 മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബ്രേക്ക് ത്രൂവിനെ കുറിച്ചിട്ടാണ്. ഒരു സക്സസ്, ഒരു വലിയ സക്സസ് നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങളുടെ കരിയറിൽ ഒരു ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത് അത് എങ്ങനെയാണ്, അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, അതിന് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാകേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. നേരത്തെയും പോലെ 3 ചാംസ് ഉണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതിനായിട്ട്. ഇത് ഗ്രൂപ്പ് 1ൻ്റെത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ചാം ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഒരു ഗ്രൂപ്പിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അഥവാ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഇനി പേഴ്സണൽ റീഡിംഗ് വേണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം, അതും മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കോളുകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല എന്ന് അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ കരിയർ ബ്രേക്ക് ത്രൂ, അതായത് ഈ ഇപ്പോൾ തുടങ്ങി ഒരു 6 മാസത്തിൽ, അടുത്ത 6 മാസത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ള കരിയർ ബ്രേക്ക് ത്രൂ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അടുത്ത 6 മാസത്തിൽ ഗ്രൂപ്പ് 1 അനുഭവിക്കാൻ സാധ്യതയുള്ള കരിയർ ബ്രേക്ക് ത്രൂ എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് 6 ഓഫ് വാണ്ട്സ് ആണ് ഫസ്റ്റ് കാർഡ് തന്നെയായിട്ട് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ 6 ഓഫ് വാണ്ട്സ്. താങ്ക് യു. ഏസ് ഓഫ് വീൽസ്. Clarify the Ace of Wheels. 10 of Swords. Okay. Clarify the 10 of Swords. The Fool. അപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യമേ കാണുന്നത് ഒരു പബ്ലിക് റെക്കഗ്നിഷൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കരിയറിലുള്ള ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഒരു പബ്ലിക് റെക്കഗ്നിഷനിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു അവാർഡ്, എനിക്ക് ഈ ഈ ഒരു പർട്ടിക്കുലർ വീൽ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു അവാർഡ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ശരിക്കും ഒരു അവാർഡ് കിട്ടുക, ഒരു റെക്കഗ്നിഷൻ, ഓക്കെ, അത് അനുമോദിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പൊ കരിയറിൽ നിങ്ങളുടേതായ ഒരു നേട്ടങ്ങൾ കൊണ്ട്, നിങ്ങളുടേതായ ഒരു വിജയങ്ങൾ കൊണ്ടാണ്, അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്ക് അനുമോദനം കിട്ടുന്നതും നമുക്ക് അവാർഡ്സ് ഒക്കെ കിട്ടുന്നത്. അതേ രീതിയിലുള്ള ആ ഒരു സ്വഭാവത്തിലുള്ള ബ്രേക്ക് ത്രൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ ഈ 6 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു വിജയം, നിങ്ങളുടെ ആ ഒരു കരിയറിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ത്രൂ ചുറ്റുമുള്ളവരെ അറിയുന്നതാണ്. ഓക്കെ, അതങ്ങനെ രഹസ്യമാക്കി വെക്കാൻ സാധിക്കുന്നതല്ല എന്നും കൂടെ കാണുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ വിജയം എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതായത് നിങ്ങൾ അത്രമേൽ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കരിയറിൽ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക, ഗുഡ് ഇന്റൻഷനിലൂടെ വളരെ ഓണസ്റ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ജോലിയിൽ, നിങ്ങൾ അർഹതപ്പെട്ട അംഗീകാരം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്കാണ് പ്രത്യേകം പറഞ്ഞത്. അവിടെയാണ് നിങ്ങൾ അർഹിക്കുന്ന ഒരു അംഗീകാരം, ആ ഒരു വിജയം നിങ്ങളെ തേടിയെത്തുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ ശരിക്കും ലോകം എന്താ ചെയ്യുന്നത്, യൂണിവേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ലോകത്തിന് മുൻപിൽ നിങ്ങളെ അനുമോദിക്കുകയാണ്, നിങ്ങളെ ആ ഒരു നിങ്ങളുടെ വിജയം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊരു പുതിയ തുടക്കമാണ് കേട്ടോ. കാരണം നമുക്ക് ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്.
ഇത് കംപ്ലീറ്റ്ലി ഒരു പുതിയ തുടക്കമാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല, നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഒരു എന്താ പറയണ്ടേ ഒരു മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ കാണുന്നത്. പക്ഷെ ഇത് നിങ്ങൾ അർഹിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ കരിയറിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പകരം യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു അന്യായം സംഭവിച്ചിട്ടുള്ളത് കരിയറിൽ, അത് യൂണിവേഴ്സ് എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ന്യായമായത് കൊണ്ടുതരുന്നു. പക്ഷെ അത് ജസ്റ്റ് ആ ന്യായമായത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി, കാരണം നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എത്രമേൽ വിഷമമുള്ളാക്കുന്ന അനുഭവം ഉണ്ടായാലും നിങ്ങൾ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ് ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി. അതായത് നിങ്ങൾ നേടിയെടുക്കും, നിങ്ങൾ അർഹിക്കുന്ന പോലെ ഒരു വിജയം നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിരിക്കും, നിങ്ങൾ അർഹിക്കുന്ന ഒരു ലക്ഷ്യ ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എത്തിച്ചേരും. ആ ഒരു വിശ്വാസം നിങ്ങൾ എപ്പോഴും മുറുകെ പിടിച്ചു. നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിന് ഒരു കുറവൊന്നും വരുത്തിയില്ല. അപ്പൊ അതിന്റെയും കൂടെ ഒരു റിവാർഡ് അതിലുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വലിയ തരത്തിലുള്ള ഒരു അനുമോദനം, ഒരു എന്താ പറയാ നിങ്ങളുടെ വിജയം ലോകം ആഘോഷിക്കുക എന്നുള്ള ലെവലിലേക്ക് അത് അത്രയും ഒരു എന്താ പറയാ മൂടി വെക്കാൻ സാധിക്കാത്തൊരു വിജയമായിട്ട് ഇത് മാറുന്നത്. ഓക്കെ, clarify the Knight of Cups. ഈ ഒരു ഇതിലേക്ക് ഈ ഒരു വിജയം ഈ ബ്രേക്ക് ത്രൂയിലേക്ക് എത്തുന്നതിന് ഒരു അവസരം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സെൻസ് ഒരാൾ നിങ്ങളെ വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും വേറൊരു വ്യക്തിയും തമ്മിലുള്ള സംസാരം. ഓക്കെ, ആ സംഭാഷണത്തില് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ, അങ്ങനെയും ആകാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട്. അത് ഞാൻ കാണുന്നത് എന്ന് വെച്ചാല് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തുന്നത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയറുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കൂടെ എന്ന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളോട് പറയുന്നുണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമല്ല. ഈ അവസരം അങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു എന്താ പറയുക ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു സമാധാനം നിറഞ്ഞ ഒരു സംഭാഷണത്തിലൂടെയാണ് ഈ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നത്. അത് ചിലപ്പോൾ ഒരു അവസരമായിട്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംഭാഷണത്തിലൂടെ നിങ്ങളോട് ഇങ്ങനെ ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഇത് നോക്കിക്കൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളത്. ആ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ബ്രേക്ക് ത്രൂവിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത് കാണുന്നു. ഈ ഒരു അവസരത്തെ കുറിച്ച് പറയുമ്പം ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളതാണെന്ന് കാണുന്നു. മാത്രമല്ല ഒരു നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ്, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഒരു പുഷ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നിങ്ങളെ ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു ഓക്കെ, അപ്പോൾ നിങ്ങളെ ഒരു വ്യക്തി സഹായിക്കുന്നതായിട്ട്, നിങ്ങളെക്കാൾ ഈ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാള്, ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നിങ്ങളെ സഹായിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ ചില നിർദ്ദേശങ്ങൾ അത് നിങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതാണെന്ന് കാണുന്നു. ഈ ഒരു കൺഫ്യൂഷൻ മാറാനായിട്ട് അവർ സഹായിക്കുന്നതാണ് എന്നും കൂടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യെസ്, ആ ഒരു വ്യക്തിയിലൂടെയാണ് ഈ ഒരു പ്രോഗ്രസ് ഉണ്ടാവണേ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ, ഈ ഒരു അവസരം ഇത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരേണ്ടത്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് ആ ഒരു വ്യക്തി ചിലപ്പോൾ നിന്റെ കരിയറിലായിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി വല്ല കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉള്ള, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന, നിങ്ങളൊരു മെന്റർ എന്ന രീതിയിൽ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ എന്ന രീതിയിൽ കാണുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ തന്നെയായിരിക്കാം, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ സജഷൻസ് സ്വീകരിക്കാൻ പറയുന്നുണ്ട്. അത് ഹെൽപ്പ് ചെയ്യും ഇതില് ഈ ഒരു ഐഡിയയിൽ, അല്ലെങ്കിൽ ഈ ഒരു അവസരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനും അതിൽ സക്സസ്ഫുൾ ആകുന്നതിനും ഈ ഒരു ബ്രേക്ക് ത്രൂ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും അവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അബവ് ഓൾ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറയുന്നു. പോസിറ്റീവ് ആയിട്ടിരിക്കുക, സ്ട്രെസ് എടുക്കാൻ പാടില്ല, വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുക. അങ്ങനെ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ബെസ്റ്റ് കേസ് സിനാരിയോയില് ആയിരിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. എന്താ വെച്ചാൽ ഈ ഒരു അവസരം, ഈ വരുന്നൊരു അവസരം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെയാണ് നിങ്ങൾക്ക് ആ ബ്രേക്ക് ത്രൂ ഉണ്ടാവണേ. ഓക്കെ,
അതിലൂടെയാണ് ആ ഒരു സ്റ്റാർ എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നത്. നമുക്ക് ഇവിടെ കണ്ടു സ്റ്റാർ എനർജി വീണ്ടും തന്നെ ആ ഒരു ലൈം ലൈറ്റ് എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നത്. അത്ര ഒരു അംഗീകാരവും അല്ലെങ്കിൽ വിജയം ഒക്കെ നിങ്ങൾ തേടിയെത്തുന്നത് അതിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഈ ഒരു കാര്യം. ഇപ്പൊ ഇത് ബ്രേക്ക് ത്രൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ബ്രേക്ക് ത്രൂ ആയിട്ട് നിങ്ങൾ അലൈൻഡ് ആകണ്ടേ, എന്നാലാണല്ലോ ഇത് നിങ്ങളുടെ റിയാലിറ്റിയിൽ സംഭവിക്കാം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്? അപ്പൊ ഈ ഒരു കരിയർ ബ്രേക്ക് ത്രൂവിനെ കുറിച്ച് കണ്ടു, ഒരു അവസരത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു, ആ അവസരത്തിലൂടെയാണ് ഈ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞു. അപ്പൊ അതൊക്കെ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ നെറ്റ്വർക്കിനെ ഉപയോഗിക്കാൻ പറയുന്നു. ഓക്കെ, അതായത് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള നെറ്റ്വർക്ക്, ആ വ്യക്തികളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുമായിട്ട് ഈ ഒരു സമയത്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് കരിയറിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം, അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്കിലുള്ള കരിയറിലുള്ള ആളുകളുമായിട്ട് ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം ഇതാണ്, ഇന്ന പൊസിഷനിൽ എത്തണം എന്നാണ് എന്നുള്ളത് നിങ്ങൾ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നു. എസ്പെഷ്യലി നിങ്ങളെ സഹായിക്കുന്ന ഉറപ്പുള്ള ആളുകളുണ്ട് ചിലർ, അല്ലേ? അതായത് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ ആ ഒരു വലിയ വലിയ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന ആളുകൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അതുപോലെ അത് അവർ പറയുന്ന ആ ഒരു സജഷൻസും അഡ്വൈസസും എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായി മാറ്റമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകും. പക്ഷെ അതൊക്കെ നിങ്ങൾ സറണ്ടർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു അവസരം നിങ്ങളിലേക്ക് അതാ പറയണേ, ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കൺവെൻഷണൽ സ്റ്റൈലിലല്ല ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരണേ. ഈ ഒരു അവസരം, ഈ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുന്ന അവസരം, അപ്പൊ അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. അതിനെ പ്രതീക്ഷിച്ചിരിക്കുക, കാത്തിരിക്കുക അല്ല പറയണേ, അതിനെ പ്രതീക്ഷിച്ചിരിക്കുക. അതായത് പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, ആ ഒരു ഉറപ്പോടുകൂടിയുള്ള ഇരിപ്പാണ്. കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നടക്കാതിരിക്കുക എന്നുള്ള ഒരു ചിന്ത ഉള്ളിലുണ്ട്. അങ്ങനെ പാടില്ല. പ്രതീക്ഷയോടെ ഇരിക്കുക. പിന്നെ നഷ്ടപ്പെട്ടത്, ഇപ്പൊ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഇതിന് മുന്നേ പരിശ്രമിച്ച് കിട്ടാതെ പോയ കാര്യങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കുക. അത് കഴിഞ്ഞു പോയി, മനസ്സിലായി. നിങ്ങൾ ശ്രമിച്ചു, കിട്ടിയില്ല, അപ്പൊ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലതാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു ബോധ്യത്തോടെ നിങ്ങൾ പ്രതീക്ഷയോടെ ആയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാൻ പറയുന്നു. കാരണം ഈ ഒരു അവസരത്തെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സൈൻ തരും, ഒരു സിഗ്നൽ തരും. ഇതാണ് എന്താ പറയാ, നിങ്ങളുടെ കരിയറിൽ മാറ്റം കൊണ്ടുവരുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ലക്ഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത വേണം. അതിന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വെക്കാതെ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ആ ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അതാണ് നിങ്ങളുടെ കരിയറിൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ സാധ്യത. ഓക്കെ, പിന്നെ നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്നതിനാണ് നോക്കുന്നത് ഇങ്ങനെ ചുറ്റുമുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. ശരിയാണ്, നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ളവരോട് പറയണം. അതായത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് കരിയറിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവരെ, അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നവരോട് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ, എങ്ങനെ ഈ ഒരു മേഖലയാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം, ഡെഫിനറ്റ്ലി പറയാം. പക്ഷേ അതിങ്ങനെ ചുറ്റുള്ളവരോട് പറഞ്ഞു നടക്കണ്ട. ഓക്കെ, അത് രഹസ്യമായി വെക്കാൻ പറയുന്നു. അതേപോലെ ഈ ഒരു കരിയർ മേഖലയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എന്താ പറയണ്ടേ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള നിരാശകൾ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ, നിങ്ങൾക്ക് ഇതുവരെ വർക്ക്ഔട്ട് ആകാത്ത പോയ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ള പല അനുഭവങ്ങൾ ഉണ്ടാവും, പല സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ നിങ്ങൾ റിലീസ് ആകുകയും വേണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. നിങ്ങളോട് അത് എടുത്തു പറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, നിങ്ങൾ എന്താ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു, എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്ററോട് ഓപ്പൺ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെ നോക്കണം എന്നാ വിചാരിക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നാ വിചാരിക്കണേ, അങ്ങനെ പറയുമ്പോൾ അതിനൊരു എന്താ പറയാ, അതൊരു ഉറപ്പില്ലായ്മ ഉണ്ട് അവിടെ. മനസ്സിലായോ? അങ്ങനെ കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു എനർജിയാണ്. അതല്ല ഇവിടെ വേണ്ടത്. അങ്ങനത്തെ ഒരു ഇതല്ല നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. അത് നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വ്യക്തത കൊണ്ടുവരണം, എന്നേ പറ്റുള്ളൂ. എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റുക. ഓക്കെ, അത് ആ ഒരു ക്ലാരിറ്റി എത്തിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കുറച്ച് നിൽക്കാനും പറ്റണം. കുറച്ച് നാൾ അതിൽ നോക്കിയിട്ട് അയ്യോ ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മറ്റേ നോക്കിയാലോ,
മറ്റേതായിരുന്നു ഇതിന് നല്ലത്, രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്, കുറച്ചുകൂടെ എളുപ്പം, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഒരു ലക്ഷ്യം ഒന്നിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം, മനസ്സിലായോ? അതിനായിട്ട് പരിശ്രമിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ കരിയർ ബ്രേക്ക് ത്രൂവിനെ സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അപ്പൊ ഇതില് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ റീഡിംഗ് ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പൊ ഇപ്പൊ തുടങ്ങി അങ്ങോട്ടുള്ള മാസങ്ങൾ ഏതിൽ വരികയാണെങ്കിൽ ഓക്കെ, അത് ഈ ഒരു കരിയർ ബ്രേക്ക് ത്രൂമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കരിയർ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് ആണ് ഗ്രൂപ്പ് 1 നൽകാനായിട്ട് സാധിക്കുക? ഓക്കെ, ഓക്കെ. അപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് സമ്മർ സീസൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമ്മർ സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നാട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ സമ്മർ സീസൺ കഴിഞ്ഞു. ഓക്കെ, അടുത്ത സമ്മർ സീസൺ ആണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഇനി കിട്ടിയിട്ടുള്ളത് ജാനുവരി, ഫെബ്രുവരി, ജൂലൈ. അപ്പൊ അടുത്ത വർഷത്തേക്കാണ് കാണുന്നത്. അതായത് അടുത്ത ഈ 6 മാസം എന്ന് പറയുമ്പോൾ അടുത്ത ഫെബ്രുവരി വരെ എന്തായാലും വരുന്നുണ്ട്. സെപ്റ്റംബർ തൊട്ട് നോക്കുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മാസങ്ങളെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. ജൂലൈ മാസത്തിനും ഇത് പ്രാധാന്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. 2 ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, സി, എം. ഈ 2 ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽ അതിൽ ഏതെങ്കിലും ഒന്നാകാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലും ഉണ്ടാകാനായിട്ട് ഒരു സാധ്യത കാണുന്നു. പിന്നെ പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറയുന്നത് 3, 5, 7, 13, 28. ഇതിലേതെങ്കിലും തീയതികൾ, പ്രത്യേകിച്ച് ഈ 2 മാസങ്ങളിൽ അല്ലെങ്കിൽ സമ്മർ സീസണിൽ ഉള്ള ഈ പർട്ടിക്കുലർ എന്താ പറയേണ്ട തീയതികൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ 2 ദിവസങ്ങൾ ഉണ്ട്, തേഴ്സ്ഡേ, സാറ്റർഡേ. ഇതൊക്കെ നിങ്ങൾക്കുള്ള ഈ കരിയർ ബ്രേക്ക് ത്രൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു തീയതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ ഈ പറയുന്ന പർട്ടിക്കുലർ തീയതികളിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ശനിയാഴ്ച 13-ാം തീയതി, സെപ്റ്റംബർ 13 ശനിയാഴ്ച എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. ഓക്കെ, അപ്പൊ ആ കണക്ഷൻ അവിടെ വരുന്നത് കണ്ടു. അതുപോലെ തന്നെ തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ പക്ഷേ ഈ ഒരു 13th സാറ്റർഡേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സാറ്റർഡേ സെപ്റ്റംബർ 13 അതിന് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇനി വരുന്ന മാസങ്ങളിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ആഴ്ചകളോ ഈ തീയതികളോ കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സമയത്ത് ദിവസങ്ങളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പോകുന്ന ചില അവസരങ്ങൾ, ചില ഓപ്പർച്യൂണിറ്റീസ്, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ നിങ്ങൾക്ക് തരുന്ന ക്ലൂസ് ആണ്. നിങ്ങൾ ആ ക്ലൂസ് കൃത്യമായി ഫോളോ ചെയ്യുമ്പോഴാണ് ആ ഒരു ബ്രേക്ക് ത്രൂയിലേക്ക് നിങ്ങൾ എത്തുന്നത്. അങ്ങനെയാണ് യൂണിവേഴ്സിനെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോളുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന 6 മാസത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കരിയർ ബ്രേക്ക് ത്രൂവിനെ പറ്റിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഇനി വരുന്ന 6 മാസത്തിൽ അവരനുഭവിക്കാൻ സാധ്യതയുള്ള കരിയർ ബ്രേക്ക് ത്രൂ, അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ ആവശ്യം. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു കരിയർ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് ഈ ഒരു അവസരത്തിൽ ഗ്രൂപ്പ് 2 നൽകാനായിട്ട് സാധിക്കുക?
Okay, Four of Pentacles. Clarify the Four of Pentacles. Six of Wands. കാത്തിരുന്ന വിജയം എന്ന് കേൾക്കുന്നു. അതായത് ഈ ഒരു വിജയം അല്ലെങ്കിൽ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളെ കാത്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന എഫേർട്ട് നിങ്ങൾ എന്നോ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുറച്ച് കാലതാമസം നേരിട്ടിട്ടുള്ള ഒരു വിജയം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു വിജയമാണ് കാണുന്നത്. കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു. ഈ ഒരു ആക്ച്വലി ഇത് നിങ്ങൾ മുന്നേ അനുഭവിക്കേണ്ടതാണെന്ന് കാണുന്നു. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, നിങ്ങൾ എനർജറ്റിക്കലി എല്ലാം ഉണ്ടാകാത്തത് കൊണ്ടാകാം, എന്ത് കാരണം വേണമെങ്കിലും അതിന് ഉണ്ടാവാം. ഓക്കെ, പക്ഷേ അത് കാത്തിരുന്നതാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ അത്രയും കാത്തിരുന്നതാണ്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളതാണ്, അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അഗെയിൻ ഒരു ഫ്രഷ് സ്റ്റാർട്ട്. ഓക്കെ, കരിയറിൽ ഒരു പുതിയ തുടക്കം, പുതിയ എനർജീസ്, ഒരുപാട് പുതിയ എനർജീസ് വരുന്നു. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു മാറ്റം. ഇപ്പോൾ ഉള്ളത് അത്ര നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ഒരു അവസ്ഥയില്ലെങ്കിൽ അതിലൊരു കംപ്ലീറ്റ്ലി ഒരു മാറ്റമാണ് ഉണ്ടാകുക. ഇടയിൽ കോൾ വന്നു. ഞാൻ സാധാരണ എയർപ്ലെയിൻ മോഡിൽ ഇട്ടിട്ടാണ് ഫോണിൽ റെക്കോർഡ് ചെയ്യാറ്, പക്ഷെ ഇതൊന്നും മറന്നുപോയി. ഭാഗ്യം കൊണ്ട് കട്ടായില്ല. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ അവിടെ വെച്ച് കട്ടാവും. പിന്നെ ഇത് രണ്ടും മെർജ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഭാഗ്യം കൊണ്ട് അത് കട്ടായില്ല. ഓക്കെ, അതാണ് അവിടെ ഒരു ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ സംതൃപ്തി അനുഭവിക്കുന്നു, പക്ഷെ അതായത് ഇപ്പൊ നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങളുടെ കരിയറിൽ. നിങ്ങൾക്കൊരു ഇതിലൊരു മാറ്റം, ഒരു മികച്ച രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾ അങ്ങനെ അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഒരുപാട് നിങ്ങളുടെ ഭാഗത്ത് എഫേർട്സ് എടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഡിലേ ആയിട്ടുള്ള കാലതാമസം നേരിടുന്ന ആ ഒരു മാറ്റം, ഓക്കെ, അതൊരു വിജയമാണ്. ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ ഉണ്ടാകുന്ന ആ ഒരു ഷിഫ്റ്റ്, അത് ലോകം അറിയുന്നതാണ്. അങ്ങനത്തെ ഒരു മാറ്റം. കാരണം 6 of Wands എന്ന് പറഞ്ഞാൽ ലൈം ലൈറ്റ് എനർജിയാണ്. ഓക്കെ, യെസ്, ഇത് നിങ്ങളുടെ 3D റിയാലിറ്റിനെ കാര്യമായി ഒന്ന് ഷേക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ആണ്. ഇപ്പോൾ അതിൽ നിന്ന് മൊത്തത്തിൽ ഒരു മാറുക എന്ന് പറയുമ്പോൾ അത് എത്രയായാലും ആ ഒരു മാറ്റത്തിനെ പെട്ടെന്ന് ഉൾക്കൊള്ളുക എളുപ്പമല്ല അല്ലെ. അത് നമ്മൾക്ക് എത്ര നല്ല കാര്യമാണെങ്കിലും, എത്ര നല്ലൊരു മാറ്റമാണെങ്കിലും അതിനോട് ഒന്ന് അഡ്ജസ്റ്റഡ് ആവാൻ കുറച്ച് ടൈം ഉണ്ടാവും. അതേ രീതിയിലുള്ള, അതാണ് ഒരു ടവർ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി അതിനുള്ള സയൻസ് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. അതായത് വളരെ ഡെപ്തിലുള്ള ഒരു മാറ്റം വരുന്നുണ്ട്, തയ്യാറാകണം എന്നുള്ള തരത്തില് യൂണിവേഴ്സ് നിങ്ങളോട് ഓൾറെഡി നിങ്ങൾക്ക് അതിനുള്ള സയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയണ്ടേ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അത് എത്രത്തോളം ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഒരു സ്പിരിച്വലി നിങ്ങൾക്ക് അതിനുള്ള കുറിച്ചൊരു അവയർനെസ് മുന്നേ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച്. യെസ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സൈക്കിക് ഗിഫ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങളുടെ ഉള്ളിലുണ്ട് കാര്യമായൊരു മാറ്റം വരുന്നു. പക്ഷെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ആ ഒരു യാഥാർത്ഥ്യത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. പുതിയ സന്ദർഭങ്ങള്, പുതിയ സാഹചര്യങ്ങൾ, പുതിയ വ്യക്തികൾ, പുതിയ കണക്ഷൻസ്, അങ്ങനെ ഓക്കെ, പുതിയൊരു ലൈഫ് സ്റ്റൈൽ, പുതിയ ഒരു കരിയർ, വർക്ക് എൻവയോൺമെന്റ്, അങ്ങനത്തെ ഒരു മാറ്റമാണ്. അത് പക്ഷെ ഒരുപാട് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒരു കുറച്ചു നാളത്തേക്ക് വന്നു പോകുന്ന ഒരു കാര്യമല്ല. കാരണം കേസ് ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഇത് എന്താ പറയാ ലോങ് ടേം എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു പെർമനന്റ് കോൺട്രാക്ടിന്റെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ലൈഫ് ലോങ് എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് ഈ ഒരു രീതിയാണ്. അപ്പൊ അതിലേക്ക് അഡ്ജസ്റ്റഡ് ആകാൻ നിങ്ങൾ ഇപ്പോഴേ തയ്യാറാകുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തയ്യാറാകാൻ പറയുന്നു. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, നിങ്ങൾ അത്ര നന്നായിട്ട് കണ്ടന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങളപ്പോ ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്, അതായത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുന്നു ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ നിങ്ങൾക്ക് അത് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ. അതായത് ആ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അവർക്ക് ഒരുപാട് യാത്രകൾ ഉണ്ടായിരിക്കും. എന്താ പറയാ, പ്രത്യേകിച്ച് നമ്മൾ ലോകത്തുള്ളവർ കൂടുതൽ അറിയും തോറും പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. എവിടെ പോയാലും ആളുകളെ തിരിച്ചറിയുക, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക, പിന്നെ അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെ എന്താ പറയാ ഒരു ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ എന്നല്ല, അവർക്ക് എപ്പോഴും ഇങ്ങനെ അവർ ഒക്യുപ്പൈഡ് ആയിരിക്കും. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ റെഡി ആണോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിന്റെ ആ ഒരു എന്താ പറയണ്ടേ ബ്രൈറ്റ് സൈഡും എപ്പോഴും അതാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുക, ഒരു ബ്രൈറ്റ് സൈഡ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്, അതിന്റെ പിന്നിൽ ഒരുപാട് എന്താ പറയാ ഒരു എനർജി കൺസ്യൂമിങ് ആണ്.
അത് എത്രത്തോളം അവെയർ ആണ്, നിങ്ങൾ അതിനെക്കുറിച്ച് എത്രത്തോളം അവെയർ ആണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതാണ് നിങ്ങൾ ഇവിടെയും ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ് നിങ്ങളോട് തയ്യാറെടുക്കാൻ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ അധികം പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുറത്തിറങ്ങേണ്ടി വരും, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും, ഒരുപാട് എക്സ്പോഷർ ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ തയ്യാറാവുക. അതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, തയ്യാറാകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. യെസ്, ഇത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. ഇത് ഒരു അഡ്വഞ്ചറസ് ജേർണിയാണ്. പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് എനർജി അല്ല നമുക്ക് കിട്ടണേ. ഈ ഒരു അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറൊരു നാട്ടിലേക്ക് നിങ്ങൾ മാറുക. ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്തിലേക്ക് നിങ്ങൾ മാറുക, പുതിയ ആളുകളുമായിട്ട് ഇടപഴകുക, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഇപ്പോഴുള്ള ലൈഫേ അല്ല. ഓക്കെ, നിങ്ങൾ തന്നെ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിലുള്ള മാറ്റം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എനർജി, അത്രയും സ്ട്രോങ് എനർജിയാണ് നമുക്ക് കാർഡുകളിൽ നിന്ന് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതിന് തയ്യാറാവുക. ഓക്കെ, പുതിയ സംസ്കാരം, പുതിയ ആളുകള്, പുതിയ വ്യക്തികള്, പുതിയ രീതികള്, അപ്പൊ അതിനോടൊക്കെ അഡ്ജസ്റ്റഡ് ആവാൻ നിങ്ങൾ തയ്യാറാവണം. അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് നിങ്ങളുടെ ഈ കരിയർ ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ തരാൻ യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നു. ഈ ഒരു കരിയർ ബ്രേക്ക് ത്രൂവിന് നിങ്ങൾ റെഡി ആകുക, മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. ആ ഒരു എന്താ പറയുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഈ കരിയർ ബ്രേക്ക് ത്രൂ വരുന്നതിന് മുൻപ് എനിക്ക് ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവരണം, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ അതിനെ തയ്യാറെടുക്കാൻ പറയുന്നു. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ത്രൂവിനെ സംബന്ധിച്ചിട്ടുള്ള മെസ്സേജസ് മുന്നേ അയച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അതായത് എപ്പോഴോ നിങ്ങൾ ഈ ഒരു ബ്രേക്ക് ത്രൂ അനുഭവിക്കുന്നതിനും എത്രയോ മുൻപ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇതിനുള്ള സിഗ്നൽസ്, അതായത് സയൻസ്, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നുണ്ട്, എൻ്റെ ലൈഫ് ഞാൻ ആകെ മാറ്റിമറിക്കുകയാണ്, കരിയറിൽ ആകെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, ഇപ്പോഴുള്ള ലൈഫേ ആയിരിക്കില്ല, അതിന് തയ്യാറെടുക്കണം എന്ന രീതിയിൽ പല തരത്തില്, പല രീതികളില്, പല സയൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. ഓക്കെ, അത് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അതിനെ വില കാണാതെ അല്ലെങ്കിൽ വില വെക്കാതെ പോരുത്. ഇതിപ്പോ ഞാൻ ഇന്നും കാണുന്നതല്ലേ, ചിലപ്പോൾ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കാണുന്ന ഒരു നമ്പറാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ 555. ഓക്കെ, നിങ്ങളതിങ്ങനെ ചിലപ്പോൾ പോകുന്നിടത്തൊക്കെ ഈ 555 കാണുന്നുണ്ടാവും. 555 അല്ലെങ്കിൽ 11 11 111 ഈ നമ്പേഴ്സ് ഇങ്ങനെ കാണുന്നുണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് 111 555 എവിടെ തിരിഞ്ഞാലും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ ആദ്യം ചേഞ്ച്, മാറ്റാണ് ഉദ്ദേശിക്കുന്നത്, പുതിയ തുടക്കം. ഓക്കെ ഓക്കെ, പിന്നെ ഇത് എപ്പോഴും കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിനെ അങ്ങനെ വിട്ടുകളയാൻ പാടില്ല. കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ അത്രയും വലിയൊരു മാറ്റത്തിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ എന്തെങ്കിലും ചിന്തകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചിന്ത കടന്നു പോയതിന് തൊട്ട് പിന്നാലെയാണ് ഈ നമ്പർ കാണുന്നതെങ്കിൽ അത് ഒരു ഇത്തരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ അതിന് കൺഫേം ചെയ്യാണ്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ കരിയറിന്റെ ഭാവിയെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതിന് രീതിയിലുള്ള കൺഫർമേഷൻ ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കടന്നു പോകുന്ന ചിന്തകള്, അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്താണ് 111 555 എന്നുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ റൂട്ട്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ എന്താ പറയണ്ട ക്ലൂ. ഓക്കെ, ആ ക്ലൂ കണക്ട് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. നിങ്ങൾ അതിലേക്ക് ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ നമുക്ക് ബ്രേക്ക് ത്രൂവിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. ഇനി ബ്രേക്ക് ത്രൂവുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആകണം. അപ്പോഴാണ് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ അത് സംഭവിക്കുള്ളൂ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് 2 ഈ ഒരു കരിയർ ബ്രേക്ക് ത്രൂ എക്സ്പീരിയൻസ് അവരുടെ 3D റിയാലിറ്റിയിൽ അത് പൂർണ്ണമായി അനുഭവിക്കുന്നതിനായിട്ട് അവരെങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, അതിനെ സംബന്ധിച്ച് അവർക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്? ഓക്കെ, നിങ്ങളോട് ഫസ്റ്റിലേ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കരിയറിൽ, അതിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തണം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കംപ്ലീറ്റ്ലി അതിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തേണ്ടതുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ്, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഒക്കെ ആണെങ്കിൽ അതിന്റെ കളർഫുൾ ആയിട്ടുള്ള വശങ്ങൾ മാത്രമല്ലാതെ ബട്ട് ഒരു ഹാർഡ് സൈഡും കൂടി ഉണ്ട് അല്ലേ. അതായത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് ഫംഗ്ഷൻസ്, യാത്രകൾ, കാര്യങ്ങൾ, അങ്ങനെ ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ലൈഫും ഉണ്ടാവും. അതും കൂടെ നിങ്ങൾ എന്താ പറയുക, അതും അക്കോമഡേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് നിങ്ങൾ ചിന്തിച്ച് ഇപ്പോൾ ഒരു നിങ്ങൾ അതിലൊരു ഫൈനൽ ഡിസിഷനിൽ എത്തണം. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ഗ്രൗണ്ടഡ് ആയിരിക്കാൻ പറയുന്നു. ഓവർ എക്സൈറ്റഡ് ആകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരു ആശങ്കയും പാടില്ല. അയ്യോ
എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റുമോ, ഇത് വലിയൊരു സംഭവം നാളെ കേൾക്കണം, വലിയ മാറ്റമാണ് നാളെ കേൾക്കണം, എനിക്ക് എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിലോ ഞാൻ എന്ത് ചെയ്യും, ഞാനപ്പോൾ എനിക്ക് കിട്ടുന്ന അവസരം ഞാൻ അത് നശിപ്പിച്ചാലും, അങ്ങനത്തെ ചിന്തകളൊന്നും വരാതെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഈ ഒരു മൊമെന്റിലായിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ആകുക. ബാക്കിയെല്ലാം യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ സ്റ്റാർ കാർഡ് നിങ്ങളോട് പറയുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച്, കരിയറിലെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾ എപ്പോൾ ചിന്തിക്കുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഓക്കെ. അപ്പൊ തമാശയ്ക്ക് പോലും കരിയറിനെ സംബന്ധിച്ച്, കരിയറിന്റെ ഭാവിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് പറയാതിരിക്കുക കേട്ടോ. അത് ഒട്ടും നല്ലൊരു പ്രവണതയല്ല. പലപ്പോഴും എല്ലാവരും പറയും തമാശയല്ലേ പറയണത്, തമാശ പറഞ്ഞാൽ എന്തിനാ ഇത്ര സീരിയസ് ആക്കണേ. കാരണം നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് ഒരു എനർജി ഉണ്ട്. എല്ലാം എനർജറ്റിക്കലി കണക്റ്റഡ് ആണ് ഈ ലോകത്ത്. ഓക്കെ. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴാണ് നമ്മൾ അവെയർ ആയി വരുന്നത്. അതാണ് സംഭവം. സാധാരണക്കാരിലേക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അവെയർ ആയത് ഈ അടുത്ത കാലങ്ങളിലാണ്. അപ്പോ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണോ, ഏത് തരത്തിലുള്ള ചിന്തയിലാണോ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് മാറുക. അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. ആ ഒരു കഴിവ് നമുക്കുണ്ട്. അപ്പൊ തമാശയ്ക്ക് പോലും കോൺസ്റ്റന്റ്ലി നിങ്ങൾ നെഗറ്റീവ് ആയിട്ടൊരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തമാശ രൂപേണാണ് പറയുന്നത്, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കും. അതങ്ങനെയാണ് അതിന്റെ രീതി. കാരണം നിങ്ങൾ അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങോട്ടാണ് നിങ്ങളുടെ എനർജി സെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറും. അപ്പോൾ പോസിറ്റീവായി സംസാരിക്കുക, നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഈ ഒരു ജേർണി പറഞ്ഞല്ലോ, ഫ്രഷ് സ്റ്റാർട്ടാണ്. നമുക്ക് അവിടെയും ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ആകുക. എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത്, ആ മാറ്റത്തെ ഉൾക്കൊള്ളാനും ആ മാറ്റവുമായിട്ട് കരിയറിൽ മുന്നോട്ട് പോകാനും തയ്യാറാണ് എന്ന് നിങ്ങൾ സ്വയം അഫേം ചെയ്യണം. യൂണിവേഴ്സിൽ നിങ്ങൾ അത് അറിയിക്കണം. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്നാണെങ്കിൽ ആ ഒരു ആശങ്കയെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് പങ്കുവെക്കാം. ഓക്കെ. എന്നെ അതിനായിട്ട് തയ്യാറാക്കി തരണം, അതിനെന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്യണം, അതിനുവേണ്ടി എന്നെ കൃത്യമായി ഗൈഡ് ചെയ്യണം എന്നുള്ളതും കൂടെ യൂണിവേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. എന്തൊക്കെ നിങ്ങൾ മാറ്റം വരുത്തണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ മാറ്റം വരുത്തണം, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഇതിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് യൂണിവേഴ്സ് നേരിട്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടന്റിലൂടെയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ എത്തിക്കുന്നതാണ്. അപ്പൊ അത്രയും അവെയർ ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. നമ്മൾ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ഇരുന്നാലും നമ്മൾ ഭാവിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യത്തിൽ വേണ്ട വിധം ശ്രദ്ധ പുലർത്താൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്തുണ്ടാവും, ഈ പറയുന്ന സയൻസ്, ഈ നൽകുന്ന ഗൈഡൻസസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാകാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഡെത്ത് കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞു പോയതിന്. ഓക്കെ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് ഒരിക്കലും നിങ്ങൾ എത്ര പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചാലും നിങ്ങൾക്ക് അതിൽ പിന്നോക്കം പോയി ആ പാസ്റ്റിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഓക്കെ. അത് തിരിച്ചു വരാനും പോണില്ല. അത് കഴിഞ്ഞു അടഞ്ഞ അധ്യായമാണ്. അടഞ്ഞ അധ്യായം ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പൊ അത് നിങ്ങൾ അംഗീകരിക്കുക. അതിനെ എന്താ പറയാ, ഡിറ്റാച്ച്ഡ് ആകുക അതിൽ നിന്ന്. ഓക്കെ. അതിന് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് ഈ പുതിയ തുടക്കത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. ഈ കൂടുതൽ മിക്കപ്പോഴും ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ അല്ലെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനും നല്ലത് എനിക്ക് ലഭിക്കില്ല എന്നൊരു തോന്നലാണ്. ഓക്കെ. ഇതിനും നല്ലത് എനിക്ക് ഇനി കിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് ആ കഴിഞ്ഞു പോയതിനെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് മടി കാണിക്കുന്നത് പലരും. പക്ഷെ അത് അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അല്ലെ, നമുക്കറിയില്ലല്ലോ ഭാവിയിൽ എന്തായിരിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുക, ഭാവിയിൽ ഇതിനും നല്ലതാണ് എന്നെ കാത്തിരിക്കുന്നത് എന്നൊരു വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമുക്ക് അഫേം ചെയ്ത് നമ്മൾ അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ അത് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാളും മികച്ചതാണ് നമുക്ക് ലഭിക്കുക. അത് അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം നമ്മളെ എനർജി അങ്ങനെയാണ് നമ്മൾ ചാനൽ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ യൂണിവേഴ്സിനെ വിശ്വസിക്കുക. യൂണിവേഴ്സ് ഇത് കൊണ്ടുവരുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇത് ഞാൻ റെഡിയാണ്, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റെഡി ആയതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ പ്ലാൻ, അതിനെ കംപ്ലീറ്റ്ലി വിശ്വസിക്കാനാണ് പറയുന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കിങ് ഓഫ് പെന്റക്കിൾസ്. അഗെയിൻ ലൈഫ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകും. അപ്പൊ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം, പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കാം.
ഇപ്പോഴുള്ള ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ എണീക്കുന്ന സമയം ഒരു പ്രോപ്പർ ടൈമിൽ എണീക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു സമയത്ത് കിടക്കുന്നില്ല, ആ ഒരു എന്താ പറയാ തോന്നുമ്പോൾ ചെയ്യുക, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ അത് മാറ്റണം. കൃത്യമായി ഒരു സമയത്ത് എഴുന്നേൽക്കുക, കൃത്യമായിട്ട് കിടക്കാൻ ഒരു ടൈം ഫിക്സ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒരു കൃത്യ സമയം വെച്ചുകൊണ്ട് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ലൈഫ് ഓർഗനൈസ്ഡ് ആക്കി മാറ്റേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ആ ഒരു ബ്രേക്ക് ത്രൂ അതിലേക്ക് നിങ്ങൾ അലൈൻഡ് ആകണമെങ്കിൽ ഈ ഒരു മാറ്റം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടതാണ്. എന്ത് ചെയ്യുമ്പോഴും അതൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എന്ത് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളത് ഇപ്പോഴേ ഫിഗർ ഔട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. യൂണിവേഴ്സിനെ വിശ്വസിക്കുക. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഡൗൺലോഡ്സിൽ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിനെ വിശ്വസിക്കുക, സറണ്ടർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷൻ. നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ, ആ കൊണ്ടുവരുന്നതിന് ആ ഭാവിയെ പറ്റി ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക, പോസിറ്റീവായിട്ട് അഫേം ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഗ്രൂപ്പ് 2 എന്താ ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് 3 കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൈൻ ആണ് കേട്ടോ. ഗ്രൂപ്പ് 3 കൂടെ കേട്ടോളൂ. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഈ ഒരു കരിയർ ബ്രേക്ക് ത്രൂമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ഒരു ഗൈഡൻസ് എന്താണ്? ഓക്കെ, നമുക്ക് ഒരുപാട് കാർഡ്സ് വീണിട്ടുണ്ട് കേട്ടോ. സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് വിന്റർ സീസൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഓക്കെ, ഈ ഒരു ടൈം, ആ ഒരു സമയം വിന്റർ സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പ്രിംഗ് സീസൺ ആണ് പിന്നാലെ വരുന്നത്. ഓക്കെ, മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ സ്പ്രിംഗ് സീസൺ ആണ്. അപ്പോൾ ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ജാനുവരി. പിന്നെ നമുക്ക് ജൂലൈ മാസം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിന്റർ സ്പ്രിംഗ് സീസൺ നിങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇനി വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങളുടെ ഈ മാറ്റത്തിന്റെ പലതരത്തിലുള്ള വേരിയേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് കാണുന്നത്. ഇനി പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 6, 13, 15, 16, 17, 23, 28, 31, 29. ഓക്കെ, ഇത്രയും തീയതികൾ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വരുന്ന മാസങ്ങളിൽ ഈ തീയതികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ കാപ്രിക്കോൺ, പൈസീസ്, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിയോ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് പ്ലേസ്മെന്റ് ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. വി, എച്ച്, എഫ്, ഐ, എസ്, ടി. ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഒക്കെ ഇതിലുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട്, ആൽഫബറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതാണ് എന്താ പറയണ്ടേ, നിങ്ങൾക്കുള്ള ക്ലൂസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിന് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് ഈ ഒരു വിഷയത്തിലോ മറ്റൊരു വിഷയത്തിലോ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോളുകൾ സ്വീകരിക്കുന്നതല്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ വാട്സപ്പിലൂടെ സന്ദേശ രൂപേണ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കോള് എപ്പോഴും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിങ്ങോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇനി വരുന്ന 6 മാസത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള കരിയർ ബ്രേക്ക് ത്രൂ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഇനി വരുന്ന 6 മാസത്തിൽ അവരുടെ കരിയറിൽ അവർക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ബ്രേക്ക് ത്രൂ
അതെന്താണെന്നും അതിനെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് യൂണിവേഴ്സിന് ഷെയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പ് 3 അവരുടെ കരിയറിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ബ്രേക്ക് ത്രൂവിനെ സംബന്ധിച്ച് യൂണിവേഴ്സിന് നൽകാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് 2 of Pentacles. Clarify the 2 of Pentacles. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കരിയർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഡ്രീം ജോബ്, ഓക്കെ, അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള ടൈമിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, കൂടുതൽ റിസ്കുകൾ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയണ്ടേ ഒബ്സ്റ്റക്കിൾസ്, ചാലഞ്ചസ് ആണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അതിലൊരു മാറ്റം വരുന്നുണ്ട്. വളരെ ഹാർമോണിയസ് ആയിട്ട് വളരെ സ്വസ്ഥമായ ഒരു സമയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ആ ഒരു നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ഒരു നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നത് എങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഡ്രീം ജോബിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സഹായങ്ങൾ ലഭിക്കുന്നു, ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്, അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റപ്പെട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ടെൻഷൻ, പിന്നെന്താ പറയണ്ടേ, ഒരു നിസ്സഹായമായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരു സഹായം ഇല്ലാത്ത, നിങ്ങൾക്ക് അത്ര സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടാത്തൊരവസ്ഥ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തുന്നതിന്, നിങ്ങളുടെ അനാവശ്യമായ ടെൻഷനുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നതിനും, നിങ്ങളുടെ കൃത്യമായി നിങ്ങൾക്ക് എന്താണ് കഴിവുകൾ, നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയിച്ചു തരുന്നതിനും വേണ്ടുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അവരിലൂടെ ആ ഒരു ഡ്രീം ജോബിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ടാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. യെസ്, അവര് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അർഹതപ്പെട്ടിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താണ് അർഹതയുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ്റ്റ്, പ്രത്യേകിച്ച് ഒരു പാസ്റ്റ് ഞാൻ കാണുന്നുണ്ട്, പെർട്ടിക്കുലർ പാസ്റ്റ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര ശ്രമിച്ചിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട്. ആ ഒരു പാസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് തരുന്നതായിട്ടാണ് എനിക്ക് കാണാനായി സാധിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവും ആ ഒരു പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, പക്ഷെ ഇവരുടെ ഈ ഒരു പ്രസൻസും ഇവരുടെ ഒരു എന്താ പറയണ്ടേ, ഇവരുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നിഷ്പ്രയാസം മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. നിഷ്പ്രയാസം മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുക മാത്രമല്ല, നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു കരിയറിൽ നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് അല്ലെ, ഇതാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്നത്, ഇതാണ് ഞാൻ അർഹിക്കുന്നത്, അവിടേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് ഇവർ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കാലങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് വളരെ എളുപ്പത്തില് വളരെ പെട്ടെന്ന് തന്നെ എന്നുള്ള പോലെ ഈ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങളെ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു കരിയറിൽ നിങ്ങൾ ഡിസേർവ് ചെയ്തിട്ടുള്ള സ്പോട്ടിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. ഓക്കെ, അവിടേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളോട് പറയുന്ന ഒരു കാര്യം തന്നെ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടേർഡും ആയിരിക്കണം. ഈ ഒരു കാര്യം ഒരു ജനറൽ എനർജിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇതിൽ ചില വ്യക്തികൾ, ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ചില ആളുകൾ ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഹീലിംഗ് ഒക്കെ നടക്കേണ്ടതുണ്ട്, അവരോട്ട് ഹീൽഡ് അല്ല. ഓക്കെ, അവരിങ്ങനെ എന്താ പറയാ, ഒരു കൃത്യമായ ഒരു ലക്ഷ്യം വെക്കാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമെടുക്കും. ഓക്കെ, ഈ 6 മാസത്തിൽ തന്നെ ഈ ബ്രേക്ക് ത്രൂ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നമ്മൾ എത്രത്തോളം അലൈൻഡ് ആണ്, നമ്മൾ എത്രത്തോളം ഒരു ഹീലിംഗ് ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ ഈ കരിയർ ബ്രേക്ക് ത്രൂ ലഭിക്കുന്നതുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം ഹീലിംഗ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളെ കഴിയുന്ന രീതിയിൽ അലൈൻഡ് ആകാനായിട്ടുള്ള എന്താ പറയുക എഫേർട്സ് എടുക്കുന്നുണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ കരിയർ ബ്രേക്ക് ത്രൂ അനുഭവിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അത് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളോട് എടുത്തെടുത്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയണേ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ കഴിവിൽ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഒരു പോയ ഒരു ആത്മവിശ്വാസമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഈ വ്യക്തികൾ, അതിനാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ആക്ച്വലി വരുന്നത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ സ്വയം തിരിച്ചറിയിച്ച് തരികയാണ്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾ എന്താണ് അർഹിക്കുന്നത്, ഒരു കരിയറിൽ നിങ്ങൾ അർഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളെ തിരിച്ചറിയിച്ച് തരുന്നു, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു.
നിങ്ങളുടെ ഒരു സ്വപ്നം എന്താണോ കരിയറുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തുന്നതിനെ നിങ്ങൾ സഹായിക്കുന്നു. ഇപ്പോൾ ഒരു ലീഡർ പൊസിഷൻ, ഒരു ഹെഡ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ എത്താനായിട്ട് അവർ നിങ്ങളെ സഹായിക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷെ അത്രയും കഷ്ടപ്പെടാതെ തന്നെ പക്ഷെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളെ ആ ഒരു എന്താ പറയണ്ടേ പൊസിഷനിലേക്ക് അവരെത്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരു ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു ഇവന്റ്സ് ആണ് ഇനി വരുന്ന ഈ 6 മാസത്തിൽ സംഭവിക്കുന്നത്. ഈ ബ്രേക്ക് ത്രൂ അടക്കം അതിന്റെ ഒരു ഭാഗമാണെന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പേഷ്യൻ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന എഫേർട്ട്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ കരിയറിലെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എങ്ങനെയാണ് പരിശ്രമിക്കുന്നത്, അത് ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ സറണ്ടർ ചെയ്യുക, ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ സ്കിൽസിനെ കുറിച്ചൊക്കെ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളോട് പറയുന്നു. സറണ്ടർ ആയിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, നിങ്ങൾക്ക് വല്ലാത്തൊരു നിരാശയും ഒരു ടെൻഷനും ഉറക്കമില്ലാത്ത രാത്രികളും അതുപോലെ തന്നെ ഈ ഒരു പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത അതിൽ വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങളുടെ എനർജറ്റിക്കൽ ഫ്രീക്വൻസി ഉയരും. കൂടാതെ ഇപ്പോൾ ഉള്ള ഒരു വളരെ ഒരു എന്താ പറയണ്ടേ കയോട്ടിക് ആയിട്ടുള്ള ഒരു സമയമാണ്. ആകെ പ്രശ്നങ്ങള്, തടസ്സങ്ങള്, അങ്ങനെ ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷമേ അല്ല കരിയർ. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തികളുടെ പ്രസൻസ് അത് നിങ്ങൾക്ക് എന്തുണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങളുടെ കരിയറിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, കരിയറിൽ നിങ്ങൾക്കുള്ള ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ വളരെ എഫക്റ്റീവായിട്ട് അതിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് ഇത്ര എളുപ്പമായിരുന്നു എന്ന്. അത് എളുപ്പമാകുന്നത് അവരുടെ ആ ഒരു പ്രസൻസും അവരുടെ ആ ഒരു സപ്പോർട്ടുമാണ്. അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നിടത്താണ്. അതുപോലെ നിങ്ങൾ ഹീൽഡ് ആയതുകൊണ്ടും നിങ്ങളുടെ എനർജിയിൽ മാറ്റം വന്നതുകൊണ്ടുമാണ് അത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കരിയർ ബ്രേക്ക് ത്രൂമായി ബന്ധപ്പെട്ട് ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഡീറ്റെയിൽസ്. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ ഒരു കരിയർ ബ്രേക്ക് ത്രൂമായിട്ട് നിങ്ങൾ അലൈൻഡ് ആകാൻ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അതായത് ഇപ്പൊ ലൈഫിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, നല്ല അനുഭവങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിൽ ആയിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ചിന്തിച്ചിരുന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ സാധിക്കില്ല, പിന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള എല്ലാ എനർജീസും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തകൾ ഇങ്ങനെ കൂടി വരും എന്നല്ലാതെ, ഉള്ള സ്വസ്ഥതയും സമാധാനം പോകും എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക. നിങ്ങളോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നു. നിങ്ങൾക്ക് എന്താ പറയാ ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യത്തിന് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യൂൺ ഓഫ് കപ്സ്. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ എവിടെയാണ് ആയിരിക്കുന്നത് അതില് എന്താ പറയാ നിങ്ങൾക്ക് ഒരു സംതൃപ്തി തരുന്ന, ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കില്ല, പക്ഷെ എന്നിരുന്നാലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ശ്രമിക്കണം. നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇടവരുത്താതിരിക്കാൻ പ്രത്യേകം പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല, അത് ഉപേക്ഷിക്കാനും പാടില്ല. നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത്. ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, അവിടേക്ക് എത്തിച്ചേരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ, കരിയറിൽ ഇപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങൾക്ക് അവിടെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ അത് വിശ്വസിക്കുക, അതിനായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു ചലഞ്ച് കാണുമ്പോൾ, എന്തെങ്കിലും ഒരു തടസ്സം കാണുമ്പോഴേക്കും തളർന്നു പോവാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കഴിവുകളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ വളർത്തിയെടുത്തേ പറ്റുള്ളൂ. അതേസമയം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക ഇൻ ദ സെൻസ്,
ഇമോഷൻസ്, നിങ്ങളുടെ വികാരങ്ങളല്ല നിങ്ങളുടെ പ്രത്യേകിച്ച് കരിയറുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ വികാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്ന സയൻസിനെ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ കരിയറുമായിട്ട് അലൈൻഡ് ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ, നിങ്ങളുടെ ഡ്രീം പൊസിഷൻ അതുമായിട്ട് അലൈൻഡ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കാം. പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് അല്ല അവിടെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളോട് പറയുന്നത് മാനിഫെസ്റ്റേഷൻ റിച്വൽ എന്തെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നമ്മൾ വീണ്ടും ഓൾറെഡി പറഞ്ഞതാണ്, ഈ മൊമെന്റിലായിരിക്കുക. ഈ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോണില്ല. ഓക്കെ, ഈ മൊമെന്റിലായിരുന്നാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന, സന്തോഷം തരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുമ്പോൾ എന്താ ഉണ്ടാവണേ, നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയാ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിലായിരിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ നല്ല നല്ല കാര്യങ്ങളെ, നല്ല നല്ല അനുഭവങ്ങളെ ആകർഷിക്കാനായിട്ട് സഹായിക്കുക മാത്രമല്ല, ഈ ഒരു ബ്രേക്ക് ത്രൂ നമ്മൾ പറഞ്ഞല്ലോ, ആ ബ്രേക്ക് ത്രൂവും നിങ്ങൾക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അനുഭവിക്കാനും സാധിക്കുന്നതാണ്. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് എക്സ്ട്രാ ഉണ്ട്, സെൽഫ് ലവ്. നമുക്ക് ഇവിടെ ക്യൂൺ ഓഫ് കപ്സ് കിട്ടിയപ്പോഴും എനിക്കത് ഒരു ഫീൽ ചെയ്തതാണ്. നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം, അതിനൊന്നുമല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ അതിനപ്പുറം മര്യാദകള്, പിന്നെ എന്താ പറയണ്ടേ, നാട്ടു നടപ്പ്, ഇതിനൊക്കെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനത്തിനെയും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് ആണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരി, നിങ്ങൾ ആ നാട്ടു നടപ്പ് പാലിച്ചു, നിങ്ങളുടെ മര്യാദകൾ പാലിച്ചു, പക്ഷെ നിങ്ങൾ നിങ്ങളെ നെഗ്ലക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അവിടെ എൻഡ് റിസൾട്ട് എന്താ, നിങ്ങളാകെ ടെൻസ്ഡ് ആകുന്നു, നിങ്ങൾക്ക് ആകെ വിഷമം ഉണ്ടാകുന്നു, നിരാശ ഉണ്ടാകുന്നു, സങ്കടം ഉണ്ടാകുന്നു. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് സെൽഫ് സാക്രിഫൈസ് ആയിട്ടല്ല കാണുന്നത്, അത് നിങ്ങളെ സ്നേഹിക്കാത്തതിന്റെ ഒരു എന്താ പറയണ്ടേ, കൺഫർമേഷൻ ആയിട്ടാണ് നിങ്ങൾ അതിനെടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ഓക്കെ, കാരണം നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ, നമുക്കൊരു വ്യക്തിയോട് സ്നേഹം ഉണ്ടാകുമ്പോൾ, അത് ഏത് തരത്തിലുള്ള സ്നേഹമാണെങ്കിലും അവരെ അറിഞ്ഞുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കുമോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല അല്ലെ. കാരണം അവര് വേദനിക്കുന്നത് കാണാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരെ നമ്മൾ വേദനിപ്പിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് അത്രമേൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വേദനിക്കുന്ന, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ല. അവിടെ നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്യും. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യാത്തത്. ഓക്കെ, ശരിയാണ്, നിങ്ങൾ ഈ പതിവിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന, നിങ്ങളെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ ഫാമിലിയിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ. കാരണം നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നോ പറയേണ്ടി വരികയാണ്. നിങ്ങൾ കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യാണ്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്ന ചില ആളുകളുണ്ട്. അതായത് അതുവരെ നിങ്ങളിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, അഡ്വാൻറ്റേജ് എടുത്തിരുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾ ഇവിടെ ഈ ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നോ ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, അവർക്ക് പിന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് അവരെ ട്രിഗർ ചെയ്യും. അപ്പൊ അവര് അത് നിങ്ങളുടെ തെറ്റ് എന്നുള്ള പോലെയാണ് പിന്നെ അവരത് പറയാ. അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ മോശമായി എന്ന് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും പഴയതിലേക്ക് പോവുക. അത് പാടില്ല. ഓക്കെ, അതൊരിക്കലും പാടില്ല. അതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം കേട്ടോ. ഇപ്പൊ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. സമ്മർ സീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇനി വരുന്ന 6 മാസത്തില് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത്. അപ്പൊ സെപ്റ്റംബർ മാസം, ഡിസംബർ മാസം, പിന്നെ ഇനിയിപ്പോ നിങ്ങൾ ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പൊ തുടങ്ങി 6 മാസമാണ് നിങ്ങൾ കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിൽ ചിലപ്പോൾ ഏപ്രിൽ ജൂൺ മാസങ്ങളൊക്കെ വരാം. അപ്പോൾ ആ മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. സമ്മർ സീസൺ, അടുത്ത വർഷത്തെ വേനൽക്കാലം, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ കേരളത്തിലാണുള്ളതെങ്കിൽ അടുത്ത വർഷമാണ് ഇനി വേനൽക്കാലം. ആ വേനൽക്കാലം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നുണ്ട്. പിന്നെ
ഈ ഒരു കരിയർ ബ്രേക്ക് ത്രൂമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട മാസങ്ങൾ, സീസൺ ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. തീയതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 6, 11, 17, 29 ഈ തീയതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആഴ്ചകൾ എടുക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വളരെ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ. ഓക്കെ, 11 വ്യാഴാഴ്ചയാണ്. സെപ്റ്റംബർ 11 വ്യാഴാഴ്ചയാണ്. നിങ്ങൾക്ക് ഇവിടെ 11 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഈ ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ സെപ്റ്റംബർ 11 വ്യാഴാഴ്ച അതിന് ഒരു പ്രാധാന്യം ഉണ്ട് കേട്ടോ. ആ ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന് നിങ്ങൾ എന്തെങ്കിലും കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയോ ആരെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാപ്രിക്കോൺ സ്കോർപിയോ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. അതുപോലെ OVJB. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ആൽഫബറ്റ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ ഈ റീഡിംഗ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുവഴി കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തുന്നതും അവർക്ക് ഈ റീഡിംഗ് കാണാൻ സാധിക്കുക മാത്രമല്ല നമ്മുടെ ചാനലിനും ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ത്രൂ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോളുകൾ സ്വീകരിക്കുന്നതല്ല എന്ന് അറിയിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.